ദുക്രാന ദ കഹെ. എന്താണ് ദുക്രാന ദ കഹെ? അതെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ തൻ്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച 82 വൈദികരെ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധമായ ദിനമാണിന്ന്. തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത 84 വൈദികരുടെ ഓർമ്മയാണ് അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. തീർച്ചയായും ഈ അതിരൂപത 1953 സ്ഥാപിതമാകുമ്പോൾ ഒരു വൈദികൻ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അഭിമന്യ വള്ളോപ്പള്ളി പിതാവ് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കടമെടുത്ത വൈദികരാണ് ഈ അതിരൂപതയെ അതിൻ്റെ ശൈശവാവസ്ഥയിൽ കൈപിടിച്ച് നടത്തിയത്. തുടർന്ന് ഇങ്ങോട്ട് ഈ അതിരൂപതയെ വളർത്തുന്നതിന് വേണ്ടി വലിയ ത്യാഗം, പ്രത്യേകിച്ച് മലബാർ കുടിയേറ്റത്തിൻ്റെ ആരംഭകാലങ്ങളിൽ മലമ്പനിയോടും അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളോടും പോരാടി ഇവിടുത്തെ വഴികളും ഇവിടുത്തെ പാലങ്ങളും നിർമ്മിച്ച, ഇവിടെ സ്കൂളുകളും പോസ്റ്റ് ഓഫീസുകളും ഗവൺമെൻറ് ഡിസ്പെൻസറികളും കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, മലബാറിൻ്റെ മലമടക്കുകളിൽ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചമെത്തിച്ച പൂർവ്വപിതാമഹന്മാരായ ഈ വൈദികരെ അനുസ്മരിക്കുന്നത് ഈ തലമുറയുടെ ഉത്തരവാദിത്വമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു ആചരണത്തിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ വൈദികരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മലബാറിനെ ഇന്ന് കാണുന്ന മനോഹരമായ മലബാറാക്കിയതിൻ്റെ പിന്നിൽ ഈ വൈദികരുടെ കഠിനാധ്വാനവും പരിശ്രമങ്ങളുമുണ്ട് എന്ന സത്യം നമുക്ക് ഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലെ വളരെ പുണ്യ ദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുക. തലശ്ശേരി രൂപതയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ജോലി ചെയ്ത് മരിച്ചുപോയ 83 അച്ഛന്മാരുണ്ട് നമുക്ക്. അത് 23 പേരെ നമ്മൾ കത്തീഡ്രൽ ദേവാലയത്തിൽ തന്നെയാണ് അടക്കിയിരിക്കുക. ബാക്കിയുള്ളവർ അവരവരുടെ ഇടവകളിലാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഷാജി മുണ്ടപ്പിളക്ക് അച്ഛൻ്റെ കുടുംബമാണ്. അച്ഛൻ്റെ അനിയന് ബിജുവും അച്ഛൻ്റെ പെങ്ങളും ജെസ്സിയും അവരുടെ കുടുംബങ്ങളുമാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഒന്നിച്ച് പഠിച്ചവർ എന്ന നിലയിൽ ഉള്ള ആ ഒരു വലിയ ചിന്ത, ആ സ്നേഹമൊക്കെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും നല്ല അച്ഛന്മാരൊരാളായിരുന്നു ഷാജി അച്ഛൻ എന്ന് പറയുക. ഷാജി അച്ഛൻ്റെ കുടുംബമായിട്ട് അഭിവൃദ്ധിമായ ഒരു ബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് മരിച്ച അച്ഛനാണ് ഷാജി അച്ഛന്. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ നിമിഷത്തിൽ പിതാവ് കിറ്റൊക്കെ ഇട്ട് ധരിച്ചു വന്നിട്ടാണ് അച്ഛൻ്റെ ശുശ്രൂഷ നടത്തിയത്. മാതാപിതാക്കൾ പള്ളിക്കകത്ത് കയറാതെ പുറത്തേക്കുന്ന ആ സംഭവമൊക്കെ ഞങ്ങൾ പ്രത്യേകമായിട്ട് എങ്കിലും എല്ലാവരും ഓർക്കാൻ കിട്ടുന്ന നല്ലൊരു നിമിഷമായതുകൊണ്ട് അച്ഛനെപ്പറ്റി തന്നെ സംസാരിക്കാനായിട്ട് അച്ഛൻ്റെ അനിയനായിട്ടുള്ള ബിജുവിനോട് 2 സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇവിടെ അച്ഛന്മാരെ ആദരിക്കുന്ന ഈ വേളയിൽ ഇവിടെ വരാനും ഞങ്ങളെ എൻ്റെ ചേട്ടനെ അനുസ്മരിക്കാൻ ഈ രൂപതയ്ക്ക് തോന്നിയതിനും വളരെ 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 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ കൂട്ടത്തിൽ ചേട്ടൻ്റെ കൂടെ പഠിച്ച അച്ഛൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അത് പല അച്ഛന്മാരും പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ വരാനും ഇത് ആദരിക്കുന്നതും ഞങ്ങൾക്ക് വളരെ സന്തോഷവും സ്നേഹവും ഈ രൂപതയോടും ഞങ്ങൾക്കും വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബപരമായും എല്ലാവർക്കും നന്ദി പറയുന്നു. അച്ഛൻ്റെ പെങ്ങള് ജെസ്സി, ജീജ 2 വാക്ക് സംസാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ സമയം അവിസ്മരണമാക്കി തീർത്തതിന് ഈ രൂപതയോട് തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഷാജിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ അളിയന്
അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരാനും ഷായിച്ചനെ കുറിച്ച് ഞങ്ങൾക്കൊരു ഓർമ്മകൾ വെക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ചെയ്യുന്ന രൂപതയോടും എല്ലാവരോടും ഞങ്ങൾക്ക് അതിയായി നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ അനിയത്തി ഷായിച്ചാനെ കുറിച്ച് പറയുവാണെങ്കിൽ ഷായിച്ചാനെ ഇവിടെ വരാനും ഇവിടെ വന്ന് ഷായിച്ചാൻ്റെ ഒരുമിച്ചുള്ള എല്ലാവരെയും കാണാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് നന്ദി. പ്രിയപ്പെട്ടതുപോലെ നമുക്ക് മറ്റച്ഛന്മാരുമായിട്ട് ഈ വന്ന 83 അച്ഛന്മാരുമായിട്ട് രൂപതയ്ക്ക് വലിയ ബന്ധമാണുള്ളത്. മനസ്മരണമായിട്ട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെയും ആരാധനീയ സ്നേഹത്തിൻ്റെയും സമൂഹമായി കെട്ടിപ്പടുത്ത് വളർത്തിയ 83 വൈദികരെ സ്മരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അവരോടുള്ള കടപ്പാട് വാക്കുകൾ കൊണ്ട് പറഞ്ഞെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം വലുതാണ്. അവരെ എല്ലാവരെയും തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കിടപ്പാടമില്ലായിരുന്ന, പള്ളിയില്ലായിരുന്ന, ചൂടിലായിരുന്ന, വഴിയില്ലായിരുന്ന കാലത്ത് കഠിനാധ്വാനം ചെയ്ത വൈദികരാണ്. അവരുടെ സ്മരണ മുമ്പിൽ ശ്രമിക്കുന്നു. അവരെ നൽകുന്ന ആ ദൈവം അവരുടെ ഈ സമർപ്പിത ജീവിതത്തിന് വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ അവസരത്തിൽ സാധിക്കുന്ന കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരുമിച്ച് വരുന്നതിന് സന്തോഷമുണ്ട്. അവരുടെ കുടുംബത്തിന് ഈ പ്രിയപ്പെട്ട വൈദികരെ വലിയ 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 അനുഗ്രഹമാണ്. അവർക്ക് സഭയ്ക്ക് ഒത്തിരി കടപ്പാട് അവരുടെ കുടുംബങ്ങളോടും മാതാപിതാക്കളോടും ഒക്കെയുണ്ട്. ഈ അവസരത്തിൽ ഈ അനുസ്മരണം നമ്മുടെ രൂപതയ്ക്കുള്ള അവരുടെ കടപ്പാടിൻ്റെ ഒരു പ്രകടനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലതായ ദൈവം അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ ശുശ്രൂഷയും സഹനവും ഒക്കെ നേരിട്ട് അനുഭവിക്കുവാൻ സാധിച്ച ഞാൻ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തെ സ്മരിക്കുന്നു. ദൈവം ഈ ഒരുമിച്ച് കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപതയിൽ സേവനം ചെയ്ത് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട വൈദികരെ പ്രത്യേകമാംവിധം അനുസ്മരിക്കുന്ന ദിവസമാണ് തലശ്ശേരി രൂപതയിൽ. ഇപ്രകാരം മരണപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ കുടുംബാംഗങ്ങളെ ഇന്ന് തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. 83 പേരാണ് അഭിവന്ദ്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് അടക്കം 83 പേരാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദികരുടെ, പ്രത്യേകിച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട വൈദികരുടെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നത്. 65ഓളം ഭവനങ്ങളിൽ നിന്ന് 250ഓളം കുടുംബാംഗങ്ങൾ ഇന്ന് തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേരും. തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കും. അഭിവന്ദ്യ പിതാക്കന്മാരും അതിരൂപതയിലെ രൂപതാ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന വൈദികരും മരണപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ബന്ധുക്കളായ വൈദികരും കൂടാതെ അതിരൂപതാ കേന്ദ്രത്തിലെ മറ്റാളുകളും എല്ലാം ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നുണ്ട്. മലബാറിലെ സഭയുടെ വളർച്ചയിൽ ആത്മാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്ത നല്ലിടയനായ ഈശോയുടെ സ്നേഹിക്കുന്ന മുഖം ദൈവജനത്തിന് നൽകിയ തങ്ങളുടെ ശരീരവും തങ്ങളുടെ ജീവിതവും തങ്ങളുടെ സമയവുമെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച, സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഓർക്കുന്ന സുന്ദരമായ ദിനമാണിത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചുപോയവരെ ഓർക്കുന്ന നവംബർ മാസം അതിരൂപതയിലെ ഈ രൂപതാ കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഈ രൂപതയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നവരെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകളിലൊക്കെ ശുശ്രൂഷ ചെയ്ത നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട അച്ഛന്മാരെ കൂടി ഇന്ന് ഓർക്കുന്നുണ്ട്. അവരെ എല്ലാം നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം. നിത്യപുരോഹിതനായ ഈശോ അവർക്ക് നിത്യജീവിതത്തിൻ്റെ കിരീടം സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യാം. തലശ്ശേരി അതിരൂപതയുടെ ഫോട്ടോസിൻജലൂസ് ബഹുമാനപ്പെട്ട ആൻ്റണി മുതുകുണ്ണി അലച്ചൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ദുഃഖാന ദിക്കഹെ, മരിച്ച വന്ധ്യരായ വൈദികരുടെ ഓർമ്മ ദിനമാണിന്ന് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അച്ഛന് രൂപതയിലെ ആ 83 വൈദികരെ, ഇന്നുവരെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട 83 വൈദികരെ പേഴ്സണലായിട്ടും അറിയുകയുണ്ടാവും. തീർച്ചയായിട്ടും മലബാറിൻ്റെ ഒരു കുടിയേറ്റ ചരിത്രം തന്നെ ആ വൈദികരിലൂടെ ഇപ്പോഴത്തെ വിശ്വാസ സമൂഹത്തിന് പറയുവാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ വൈദികർ വന്ന വഴിത്താരകളെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. തലശ്ശേരി അതിരൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലേക്ക് എത്തുകയാണ്. 75 വർഷമാകുകയാണ്. നമുക്കറിയാം 1953 ഡിസംബർ 31 നമ്മുടെ രൂപത സ്ഥാപിതമായത്. അതിനുശേഷം 75 വർഷക്കാലത്തെ
ഒരു ദീർഘമായ ഒരു ചരിത്രം നമ്മുടെ അതിരൂപതയ്ക്കുണ്ട്. മലബാറിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്തവരാണ് ഈ വൈദികരെല്ലാം. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് 83 വൈദികരാണ്. അവസാനമായി നമ്മളെ വേർപിരിഞ്ഞത് ബഹുമാനപ്പെട്ട കാര്യമറ്റത്തിൽ അച്ഛനായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ. 83 വൈദികരെന്ന് പറയുമ്പോൾ തലശ്ശേരി അതിരൂപത, അവിഭക്തമായ തലശ്ശേരി അതിരൂപതയിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. നമുക്കറിയാം, തലശ്ശേരി രൂപതയുടെ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഏതാണ്ട് മലബാർ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം മാത്രമല്ല, സൗത്ത് കാനറ, കർണാടകയിലെ കുറേ അധികം സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്നുള്ള മാണ്ഡ്യ, മൈസൂർ, ബാംഗ്ലൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും കൂടെ നമ്മുടെ ഈ രൂപതയുടെ ഭാഗങ്ങളായിരുന്നു. ഇന്ന് തലശ്ശേരി രൂപത വിഭജിക്കപ്പെട്ട് തലശ്ശേരി കൂടാതെ 5 രൂപത, 6 രൂപതയുള്ള ഒരു മെട്രോപൊളിറ്റൻ ആർച്ച് ഡയോസിസാണ് നമ്മുടെ അതിരൂപത. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ആദ്യകാലം മുതൽ അഭിവന്ന വള്ളപ്പള്ളി പിതാവിനോട് ഒത്ത് ഇവിടേക്ക് കടന്നു വന്ന വൈദികർ ആദ്യകാലങ്ങളിൽ ആ കുടിയേറ്റത്തിൻ്റെതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ച് ഈ രൂപതയെ പടുത്തുയർത്തിയതിൽ മുഖ്യ പങ്കാളികളാണ് ഈ വൈദികരിൽ ബഹുഭൂരിപക്ഷവും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നത് മരിച്ചുപോയ വൈദികരാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വള്ളപ്പള്ളി പിതാവിൻ്റെ കൂടെ തിരുവിതാംകൂറിൽ നിന്ന് വന്നവരുണ്ട്. 1953 പിതാവ് വരുമ്പോൾ അന്ന് പിതാവിൻ്റെ കൂടെ വന്ന വൈദികരുണ്ട്. പിൽക്കാലങ്ങളിൽ പിതാവ് തന്നെ പട്ടം കൊടുത്ത് ബഹുമാന അഭിമന്യ വലിയമറ്റം പിതാവ് പട്ടം കൊടുത്ത വൈദികർ മരിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ അപകടങ്ങളിലൂടെയും രോഗം വന്നും ഈ കോവിഡ് കാലത്തുമൊക്കെ മരിച്ചുപോയ വൈദികരുണ്ട്, നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ ഈ ആധുനിക ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച് മരിച്ചവരാണ്. പക്ഷേ ആദ്യ കാലഘട്ടം മുതൽ ഈ രൂപതയുടെ വളർച്ചകളിൽ നിർണായകമായി പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് മിക്കവാറും എല്ലാ വൈദികരും. ഈ വൈദികരിൽ ഏതാനും ഒരു 5-6 വൈദികർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ എനിക്ക് പരിചയമുണ്ട്. ഞങ്ങളൊക്കെ മൈനസ്മാർ പഠിക്കുന്ന കാലം മുതൽ പരിചയമുള്ളവരാണ്. വൈദികരായതിനു ശേഷം ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാണ്. ഇവരെല്ലാവരും ഈ അതിരൂപതയെ ആത്മീയവുമായും ഭൗതികമായും വളർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഓരോരുത്തരെക്കുറിച്ചും പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയാനുള്ള സമയം നമുക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തലശ്ശേരി അതിരൂപതയുടെ ആത്മീയ ഭൗതികമായിട്ടുള്ള വളർച്ചയിൽ നിർണായകമായി പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം, രൂപതയുടെ ആദ്യകാലഘട്ടത്തിലെ ചരിത്രം, ഈ അടുത്ത കാലം വരെയുള്ള ചരിത്രം എന്ന് പറയുന്നത് ഓരോ ഇടവകയുടെയും വികാരിമാരായിരുന്നവരുടെ നേതൃത്വത്തിലാണ് പ്രാദേശികമായ വികസനങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യകാലത്തെ റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും നമ്മുടെ മലയോര മേഖലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും പൊതു സംവിധാനങ്ങൾ ഏർപ്പെടുന്ന കാര്യത്തിലെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള വൈദികരാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വൈദികരെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തലശ്ശേരി അതിരൂപതയിലെ മരിച്ചുപോയ വൈദികരെ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും രൂപത തന്നെ ആദരിക്കപ്പെടുകയാണ്. അവരുടെ വളരെ ബൃഹത്തായിട്ടുള്ള അവരുടെ ശുശ്രൂഷകളെ അനുസ്മരിക്കാനും നന്ദി പറയാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അതിരൂപതയ്ക്ക് അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ഇതിനെ കാണുന്നത്. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. മൺമറഞ്ഞു പോയ പിതാമഹന്മാരായ വൈദികരെ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. ഈ മലബാറിൻ്റെ കുടിയേറ്റ മേഖലകളിൽ അഹോരാത്രം ജീവൻ തന്നെ പണയപ്പെടുത്തി അധ്വാനിച്ച നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ള പുരോഹിതരെ അനുസ്മരിക്കുമ്പോൾ അതൊരു വലിയ കടപ്പാടിൻ്റെ അനുസ്മരണവുമാണ്. അവരുടെ ഭവനങ്ങളെ, അവരുടെ കുടുംബങ്ങളെ അനുസ്മരിക്കുകയും ഈ രൂപതയ്ക്ക് വേണ്ടി, ഈ മലബാറിന് വേണ്ടി അവർ ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്ന ഒരു പുണ്യപ്പെട്ട ദിവസമാണിന്ന്. അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഈ രൂപത മുഴുവൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു വലിയ കൃതജ്ഞതയുടെ, നന്ദിയുടെ ദിനമായി തീരുകയാണ്. ഈ മലബാറിൻ്റെ വികസനത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള അനേകായിരം പിതാക്കന്മാരുണ്ട്, നമ്മുടെ പൂർവ്വ മഹാന്മാരുണ്ട്. അവരെല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതൊരു കടപ്പാടിൻ്റെ, നന്ദിയുടെ, അതൊരു ഉത്തിരിപ്പുകടത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ കുടിയിറക്കൻ്റെ സമയങ്ങളിൽ ജീവിതം തന്നെ പണയം വെച്ചുകൊണ്ട് ഉപവാസം ഇരുന്നു കൊണ്ട് ഈ ജനത്തിൻ്റെ കൂടെ രാത്രിയും പകലും അധ്വാനിച്ചിട്ടുള്ള പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് മലബാറിൻ്റെ വികസനമെന്ന് പറയുന്നത്. കുടിയേറ്റ മേഖലകളിലുള്ള പള്ളിക്കൂടങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളുമെല്ലാം അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയ ഫലമാണ്. ദൈവം അത്രമാത്രം നമ്മുടെ മലബാറിനെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വന്യ പുരോഹിതന്മാരിലൂടെയാണ് എന്ന് നിസ്സംശയം
നമുക്ക് പറയാനായിട്ട് പറ്റും. അവരെ അനുസ്മരിക്കുമ്പോൾ ഈ ഒരു തലമുറ ഒരു നന്ദിയുടെ കടപ്പാടിൻ്റെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. തലശ്ശേരിയുടെ മൺമറഞ്ഞ പിതാക്കന്മാർ ഇന്ന് അനുസ്മരണ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ 82 വന്ധ്യവൈദികരെ ഓർമ്മിക്കുകയാണ് തലശ്ശേരി അതിരൂപത. ഈ ഒരു അഭിമാന നിമിഷത്തിൽ അവരുടെ ഓർമ്മകളെ പിൻചൊല്ലുന്ന പഴയ ദൈവികമായ അധ്വാനത്തെയൊക്കെ വിലമതിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്താണ് ദുക്രാന ദിക്കഹയിലൂടെ ഇവിടെ നടക്കാൻ പോകുന്നത്? വലിയ അഭിമാനം തോന്നുന്ന ഒരു ദിനമാണ് ഈ നവംബർ മാസത്തിലെ തലശ്ശേരി അതിരൂപതയിലെ മൺമറഞ്ഞ വൈദികരെ ഓർക്കുന്ന ഈ ദിനം. ഞാനൊക്കെ ഒരു പുതുതലമുറയിലെ ഒരു വൈദികനാണ്. ഇതിൽ പല അച്ഛന്മാരെയും കണ്ടിട്ടില്ല, അവരുടെ പേര് പോലും നമ്മുടെ ഓർമ്മകളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ രൂപത ഈ 82 അച്ഛന്മാരുടെ പടമെല്ലാം കൃത്യമായി അടിച്ച് ഇവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർക്കുമ്പം ഞങ്ങൾ പുതുതലമുറയ്ക്ക് തന്നെ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തെ ഓർത്തെടുക്കേണ്ട ഒത്തിരി യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രൂപത എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഞങ്ങളായിരിക്കുന്ന മണ്ണ്, ഞങ്ങളായിരിക്കുന്ന അവസരങ്ങൾ, ഈ പുതുതലമുറയിലെ വൈദികരായിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം കുടിയേറ്റ പിതാക്കന്മാർ നമ്മുടെ നല്ല വൈദികരുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു ദിനമാണ്. മരിച്ചുപോയ വൈദികരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേരുമ്പം അത് ഞങ്ങൾ പുതുതലമുറയിലെ വൈദികർക്ക് പുതിയൊരു പാഠവും ഒരു ഉൾബോധ്യവും തരുന്ന നല്ലൊരവസരമാണ്. ഇപ്രകാരം ഇത് രൂപപ്പെടുത്തിയ തലശ്ശേരി അതിരൂപത കുടുംബത്തിന് ഞങ്ങൾ ഈ പുതുതലമുറയിലെ എല്ലാ വൈദികരുടെയും എല്ലാ യുവജനങ്ങളുടെയൊക്കെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. Ruhad Kudus